ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടൻ ഊണ് കഴിക്കാൻ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണേ. ഞാനേ അമ്മയുടെ കൂടെ പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോകും. ഇന്ദ്രേട്ടൻ വിളിച്ചാൽ ഞാൻ അപ്പൊ തന്നെ വന്നോളാം. നീ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇതിപ്പോ അമ്മ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴും നിനക്ക് തിരക്കായല്ലോ. അത് കുഴപ്പമില്ല ഇന്ദ്രേട്ടാ, ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതുവരെ ഇന്ദ്രേട്ടൻ ഒന്ന് ക്ഷമിക്കണം. അപ്പോ അമ്മയുടെ കൂടെ ഫുൾ ടൈം പ്രവർത്തനത്തിന് ഇറങ്ങാനാണോ നിന്റെ പ്ലാൻ? പിന്നല്ലാതെ, അമ്മയെ ജയിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണ്ടേ? അത്രയ്ക്ക് വേണോ അനു? അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. നിന്റെ ഈ അധ്വാനവും എന്റെ കയ്യിൽ നിന്ന് കുറെ കാശു പറഞ്ഞു. അമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് ആയല്ലേ, അതൊക്കെ ഓർക്കൊന്നും നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, ഓർത്ത അമ്മയ്ക്ക് കൊള്ളാം. കസേരയിൽ ഇരുത്താൻ മാത്രമല്ല, അതിന്ന് താഴെ ഇറക്കാനും അനുപമയ്ക്ക് പറ്റും. ശരി. ആ അതെ, എന്നാ പിന്നെ ഇന്ദ്രേട്ടൻ ഇറങ്ങിക്കോ, ലേറ്റ് ആക്കണ്ട. ശരി. ഇന്ദ്ര, നീ ഇറങ്ങാറായോ? അല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയാ. എന്താ അമ്മേ? പ്രസിഡന്റ് ഇപ്പൊ വിളിച്ചായിരുന്നു. ഇന്ന് തന്നെ പോസ്റ്റർ അടിക്കാനുള്ള ഫോട്ടോ എടുക്കണോന്ന്. അതിനെന്താ, അമ്മ അനു ഒന്ന് പാർട്ടി ഓഫീസിൽ പോകുന്നുണ്ടല്ലോ. പിന്നെ അതല്ലടാ, ഫോട്ടോഗ്രാഫറേയും മറ്റും നമ്മൾ തന്നെ കൊണ്ടുപോകണമെന്നാ പറയുന്നേ. മിക്കവാറും പോസ്റ്ററും നമ്മുടെ ചെലവിൽ തന്നെ ആയിരിക്കും. പിന്നെ അതങ്ങനെ വരുമെന്ന് എനിക്കറിയാം. എന്തായാലും നടക്കട്ടെ. പിന്നെ ഫോട്ടോ എടുക്കാൻ ആ പിള്ളേര് വരും അനു. ശരി, അത് നമുക്ക് വിളിച്ചു നോക്കാം. ഇന്ദ്രേട്ടൻ പോയിക്കോ, അതൊക്കെ ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം. അതെ, അനു കൂടെ ഉള്ളപ്പോ അമ്മയ്ക്ക് എന്തിനാ ടെൻഷനൊന്നും ഇല്ല. അമ്മയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയേ അനുവിന് വിശ്രമമുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അത് മതി അല്ലേ? ശരി ശരി. അനു, നമുക്ക് ആ പിള്ളേരെ ഒന്ന് വിളിക്കണേ. ഏത് പിള്ളേര്? ഓൺലൈൻ പിള്ളേരെ. ഓ, ഞാൻ അപ്പോഴത്തേക്കൊന്ന് റെഡി ആയിട്ട് വരാം. ഫോട്ടോ എടുക്കാനുള്ളതല്ലേ? ഓ ശരി. അനു, ചേച്ചിന്റെ രഘുവേട്ടന്റെ ഒപ്പം കഴിച്ചോ? ഞാനും ഭാനുമ്മയും പിന്നെ കഴിച്ചോളാം. എനിക്കിപ്പോ വേണ്ട ചീരു, രഘുവേട്ടൻ കഴിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ദാസങ്ങൾ ഇങ്ങോട്ട് കയറൂ രഘുവേട്ട, ചായ ഉണ്ടാക്കി വെക്കണോ? വേണ്ട ചീരു, അങ്കിള് കഴിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. ഇവിടെ കയറാൻ സാധ്യത കുറവായിരിക്കും. ആദിലിന് പണം കൊടുത്ത ശേഷം രഘുവേട്ടൻ ഇങ്ങോട്ട് വരില്ലേ? നിങ്ങൾ അവിടെ പോയുള്ള വിശേഷങ്ങൾ അറിഞ്ഞാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടാവാനിടയില്ല അമ്പിളി. ആദിലിന്റെ വീട്ടിൽ പോയി 10 ലക്ഷം രൂപ കൈമാറുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾ അപ്പൊ തന്നെ തിരിച്ചു വരും. അതൊക്കെ എനിക്ക് അറിയാൻ രഘുവേട്ട, എന്നാലും ആ ഇടപാട് തീർന്നു എന്നറിയുമ്പോ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. അല്ല, രഘുവേട്ടൻ എന്തായാലും ഇവിടെ വന്ന് വണ്ടി എടുക്കണ്ടേ? ശരി, ഞാൻ വന്നിട്ട് പോവാം. ദാസങ്ങളാ? ഹലോ അങ്കിളെ, ഇറങ്ങിയോ? ഞാൻ വണ്ടിയിലിറങ്ങൂ. ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കാം. അങ്കിളെ, വണ്ടി റോഡിൽ നിർത്തിയാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. രഘു, ഞാന് വേറൊരു കാര്യം നിന്നെ അറിയിക്കാനാ ഇപ്പൊ വിളിച്ചത്. എന്താ അങ്കിളെ?
ഒരു ന്യൂസ് ഉണ്ട് നമ്മുടെ ആദിലിനെ കുറിച്ചാണ്. നമുക്കിപ്പോ തൽക്കാലം അവന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതെന്താ? ആദിലിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, അവന്റെ വീട്ടിലെ ഒരു കൊലപാതകം നടന്നു. കൊലപാതകോ? ആരെങ്കിലും ആദിലിനെ? അല്ലല്ല, ആദിലെ കടം വാങ്ങിയ പണം ചോദിച്ച് അവന്റെ വീട്ടിൽ ചെന്ന ഒരാളെ അവൻ അങ്ങ് വെട്ടിക്കൊന്നു. അല്ല അങ്കിൾ ഇതെങ്ങനെ അറിഞ്ഞ? ചാനലുകളിൽ ന്യൂസ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഫോണിലാണ് കണ്ടത്. അതിന്റെ ഒരു ലിങ്ക് ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. അത് നോക്കിയാ ഫുൾ ഡീറ്റെയിൽസ് അറിയാം. നീ അത് കണ്ടിട്ട് എന്നെ വിളിച്ചാൽ മതി. ആ ശരി അങ്കിളെ. എന്താ രഘുവേട്ടാ, എവിടെയാ കൊലപാതകം നടന്നത്? ആരെയാ കൊന്നത്? ന്യൂസ് ഉണ്ടോ? അപ്പൊ അറിയാം. ഇതാ കാണാം. നഗരത്തെ നടുക്കിക്കൊണ്ട് വീണ്ടും മരുങ്കൊല. സ്വർണ്ണക്കടത്ത് കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതി ആദിൽ പോലീസ് കസ്റ്റഡിയിൽ. ക്വാറിയുടമയും പ്രമുഖ ഫൈനാൻസ് കമ്പനിയുടെ MD-യുമായ സുദർശൻ എന്ന വ്യക്തിയാണ് ആദിലിന്റെ കൊലക്കത്തിക്കിരയായത്. ആദിലും സുദർശനും തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നെന്നും അതിന്റെ പേരിലുണ്ടായ തർക്കമാകാം കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിന്റെ കൂടുതൽ വിശദവിവരങ്ങൾക്കായി പ്രദേശവാസികൾ ഇവിടെ കൂടിയിട്ടുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ആദിലിനെ കുറിച്ച് എന്താണ് ചേട്ടന്റെ അഭിപ്രായം? എന്തൊക്കെയാ രഘുവേട്ടാ ഈ കേൾക്കുന്നേ? ആദിൽ ഇത്ര വലിയ ക്രിമിനൽ ആയിരുന്നോ? എന്റെ ഈശ്വര, രഘുവേട്ടൻ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്റെ മോളുടെ ഭാഗ്യം കൊണ്ട് മാത്രാ. അവനങ്ങനെ ആരെയും കൊല്ലാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്പിളി. അല്ല, പിന്നെ ഈ വാർത്തയിൽ പറയുന്നതൊക്കെ കള്ളാണെന്നാണ് രഘുവേട്ടൻ പറയുന്നത്? നിയമം തെറ്റിച്ച് സ്വർണം കടത്തുന്നവനെ ഒരാളെ കൊല്ലാനും മടിയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും രഘുവേട്ട? രഘുവേട്ടനും ദാസങ്ങളും അങ്ങോട്ട് പോകുന്നുണ്ടോ? എന്തിനാടി വെറുതെ പോലീസിന്റെ വായി ചെന്ന് ചാടാനോ? ഞാൻ അങ്കിളിനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ ഹലോ അങ്കിളെ. ആ, ന്യൂസ് കണ്ടോ? വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി അല്ലേ? അതെ അങ്കിളെ. നമുക്ക് അവിടെ നിന്ന് പോയാലോ അങ്കിളെ? ഏയ്, ഇനി ആ ഭാഗത്തേക്ക് പോകരുത്. അത് ഭയങ്കര അപകട. അവിടെ വരുന്നവരെ പോലും പോലീസ് വാച്ച് ചെയ്യും. ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് ഞാൻ വേറെന്തെങ്കിലും വഴിയൊന്ന് അന്വേഷിച്ച് നോക്കാം. ഏതായാലും വലിയ കഷ്ടമായിപ്പോയി അങ്കിൾ. നമുക്ക് ആ പണം ഇന്നലെ തന്നെ അതിന് കൊടുക്കായിരുന്നു. അതിനത് തോന്നിയില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഒരു കാര്യം ചെയ്യും, കമ്പനിയിലേക്ക് വാ. ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ശരി അങ്കിളെ, ഞാൻ വരാം. ഓക്കെ. എന്റെ രഘുവേട്ട, സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് കരുതിയാ മതി. നമുക്ക് ആ 10 ലക്ഷം പോയേ